ഇങ്ങേതാ ചവിട്ടേ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോടെ. അമ്മ സാർ ആരുമെങ്കിൽ ഇല്ലേടേ. വയ്യ இருக்க சார் கூப்பிட்டடே. നാരായണ. ഓ നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ. പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വട്ടനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. അയ്യോ ഹരി. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ റൂമിലേക്ക് വരാൻ പറയും. ശരിയാവും. താനിവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് പലപ്പോഴും ഞാൻ ഇവിടുന്ന് വിട്ടു നിൽക്കാറുള്ളത്. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാവിത്രിയുടെ കാര്യത്തിലും തനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും ഞാൻ വിശ്വസിച്ചു. പരിചയപ്പെട്ട കാലം മുതൽ നമ്മൾ അങ്ങനെയാണ് ജീവിച്ചത്, അല്ലേ? എന്റെ മകളെക്കുറിച്ച് ഞാൻ ഒരു വൃത്തികെട്ട കഥ കേട്ടു. അത് ശരിയാണോ എന്നറിയാനാണ് ഞാൻ ഉണ്ണിയെ വിളിപ്പിച്ചത്.